മോളെ കേറി വാ, പറഞ്ഞേ, മോളുടെ കഥ മാമൻ കേക്കട്ടെ. One of the worst things that happened to India was burning down of Nalanda University. The massive library, which had 9 million plus manuscripts, was set on fire. Centuries worth of knowledge destroyed in a single moment, destroyed in a single decision. Bakhtiyar Khilji, a Turkish invader, he came to India in the 12th century and in 1193 പുരാതന CE, ഭാരതത്തിൽ പട്ടിപെറ്റ പോലെ കുറേ രാജകുടുംബങ്ങളും നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോറി, ഡിസ്റെസ്പെക്റ്റ്, പട്ടിപെറ്റ പോലെ എന്ന് പറയാൻ പാടില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കുറേ നാട്ടുരാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാരതം മുഴുവനും. അപ്പോൾ ഇവർ തമ്മിൽ ഒന്നാമത് അടിയാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഗിൽജിയൻ ടീം നേരെ പോയിട്ട് യൂണിവേഴ്സിറ്റി പൊളിക്കുകയല്ല ചെയ്തത്. ആ ഏരിയ ഫുൾ അടിച്ച് പൊളിച്ച്, അതിൻ്റെ കൂട്ടത്തിൽ യൂണിവേഴ്സിറ്റിയും കിട്ടിയപ്പോൾ യൂണിവേഴ്സിറ്റിയും പൊളിച്ചു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ലൈബ്രറിയും കിട്ടി, ലൈബ്രറിയും പൊളിച്ചു. ഗിൽജിയുടെ അക്രമത്തിന് ശേഷം അവിടെ ഈ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഒക്കെ പ്രവർത്തിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ശരിക്കും നോക്കിയിട്ടില്ല. പിന്നെ എല്ലാം കൂടി കിൽജിയുടെ പെടലിക്ക്, അതായത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആണ് ഇതെടുത്ത് നേരെ മുസ്ലിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചത്. ഇത് ആക്ച്വലി കുറച്ച് രാജാക്കന്മാരുടെ ആണ്, അത് നമുക്ക് പറയാം, പിന്നെ പറയാം. അപ്പം ഈ കിൽജിയുടെ ഈ അക്രമം വഴി അവിടെ വളരേണ്ടത് കിൽജിയുടെ മതമല്ലേ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവിടെ വളർന്നത്, അവിടെ ഇല്ലാതായത് ബുദ്ധമതവും അവിടെ വളർന്നു വന്നത് കിൽജിയുടെ മതമല്ല. ഡോണ്ട് യു സീ ദ ഐറണി? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.